ഓം ശ്രീ മഹാദേവി നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ദേവീ കടാക്ഷം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ രഹസ്യത്രയത്തിലെ പ്രാധാനിക രഹസ്യം എന്ന ഒന്നാമത്തെ രഹസ്യം പറഞ്ഞു കഴിഞ്ഞു. അതിൽ ദേവി ആദ്യം ശ്രീ മഹാലക്ഷ്മി ദേവി മഹാകാളിയെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് മഹാസരസ്വതിയായും അവതരിച്ചു. ആ മഹാലക്ഷ്മി ബ്രഹ്മാവിനെയും മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും രുദ്രനെയും പാർവതിയെയും അതുപോലെ വിഷ്ണുവിനെയും ഇങ്ങനെ ഓരോ മിഥുനങ്ങളെയും സൃഷ്ടിച്ചു. അതായത് ആദ്യം മഹാലക്ഷ്മി മഹാകാളി ആയിട്ട് അവതരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് മഹാസരസ്വതിയായി അവതരിച്ചു. ആ മഹാലക്ഷ്മി ബ്രഹ്മാവിനെയും മഹാലക്ഷ്മിയെയും മഹാകാളി രുദ്രനെയും സരസ്വതിയെയും, ഇവിടെ മഹാസരസ്വതി വിഷ്ണുവിനെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും, ആ മിഥുനത്രയങ്ങളാണ്. അതുപോലെ രുദ്രനെയും പാർവതിയെയും ഇങ്ങനെ ആദ്യം വേറെ വേറെ സൃഷ്ടിച്ച് പിന്നീട് ഓരോരുത്തരും ഓരോ മിഥുനങ്ങളെ സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെ 3 പേരും 3 മിഥുനങ്ങളെ സൃഷ്ടിച്ചു, ദമ്പതിമാർ. ആ ആദി മഹാലക്ഷ്മി തന്നെയാണ് സരസ്വതിയെ ബ്രഹ്മാവിനും ഗൗരിയെ രുദ്രനും ലക്ഷ്മിയെ വിഷ്ണുവിനും കൊടുത്തത്. ആ ആദി മഹാലക്ഷ്മിയാണ് ആദ്യം അപ്പോൾ ഉണ്ടായതെന്നർത്ഥം. ബ്രഹ്മാവ് സരസ്വതിയോടുകൂടി ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ മഹാദേവൻ രുദ്രൻ ഗൗരിയോടുകൂടി ആ അണ്ടത്തെ ഭേദിച്ച് ഓരോ ലോകങ്ങളായിട്ട് നാമരൂപ വിഭാഗനം ചെയ്ത് വിസ്താരമാക്കി. അതുപോലെ തന്നെ സാക്ഷാൽ മഹാവിഷ്ണു മഹാലക്ഷ്മി ദേവിയോടുകൂടി ആ ലോകം വർദ്ധിക്കത്തക്കവണ്ണം അതിനെ പരിപാലിച്ച് സംരക്ഷിച്ചു. ഒടുവിൽ മഹാദേവൻ തന്നെ ഗൗരിയോടുകൂടി അതിനെ സംഹരിച്ചു. ഈ എല്ലാ അവതാരങ്ങൾക്കും ഈ സൃഷ്ടികൾക്കും മൂലകാരണം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവി തന്നെയാണെന്ന് ഈ പ്രാധാനിക രഹസ്യത്തിൽ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് അടുത്തതിനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈകൃതിക രഹസ്യമാണ്. വൈകൃതിക രഹസ്യത്തിൽ ആ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഇങ്ങനെ വിവിധ അവതാരം പൂണ്ട ദേവിയുടെ ധ്യാനത്തെയും ഉപാസനാ സമ്പ്രദായങ്ങളെയും പറ്റി, ആ ദേവീത്രയങ്ങളുടെ ഉപാസന എങ്ങനെയായിരിക്കണം, അതിൻ്റെ സമ്പ്രദായം എങ്ങനെയായിരിക്കണം എന്നെല്ലാം ഈ സുമേധസ് മഹർഷി സുരഥ മഹാരാജാവിനോട് പറയുകയാണ്. നമുക്കിനി നോക്കാം. വൈകൃതിക രഹസ്യത്തിലെ ഒന്നാമത്തെ ഉവാചമന്ത്രം ഋഷി പറയുകയാണ്. ഋഷിരുവാച. ഒന്നാമത്തെ ശ്ലോകം. ത്രിഗുണാ താമസീ ദേവി സാത്വികി യാ ത്രിധോദിത സാ ശർവാ ചണ്ഡികാ ദുർഗ ഭദ്രാ ഭഗവതീര്യത്തെ. ഋഷി പറഞ്ഞു, യാ ഏതൊരു ദേവിയാണോ ത്രിഗുണ, അതായത് തമസ് സത്വ രജസ് തമോ ഗുണങ്ങളോട് കൂടിയവളായി ഇരിക്കുന്നത്. ത്രിഗുണ എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളോടും കൂടി വിശിഷ്ടയായിരിക്കുന്ന ദേവി. താമസി ദേവി, തമോ ഗുണം കൂടുതലുള്ള ദേവിയാണ്, അത് മഹാകാളി ദേവിയാണ്. സാത്വികി എന്ന് പറഞ്ഞാൽ സത്വഗുണാത്മികയായ, സത്വഗുണം കുറച്ച് കൂടുതലുള്ള ദേവി, അതാണ് സരസ്വതി ദേവി, ബുദ്ധിയുള്ള ദേവി. ഇങ്ങനെ ത്രിധാ ഉദിത, ഇങ്ങനെ 3 പ്രകാരത്തിൽ പറയപ്പെട്ടു. ത്രിഗുണാത്മികയായിട്ടിരിക്കുന്ന ആ ദേവി, സത്വഗുണം കൂടുതലായിട്ടിരിക്കുന്ന ദേവി, രജോ ഗുണം കൂടുതലായിട്ടിരിക്കുന്ന ദേവി, അതുപോലെ തന്നെ തമോ ഗുണം കൂടുതലായിട്ടിരിക്കുന്ന ദേവി. ഓരോ അവതാരമാണ്. ത്രിധാ ഉദിത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉദിത പറയപ്പെട്ടു. സ ശർവ, ആ ദേവി ശർവ എന്നും, ചണ്ഡിക ദുർഗ, ചണ്ഡിക എന്നും ദുർഗ എന്നും, ഭദ്ര ഭഗവതി ഈര്യതേ, ഭദ്ര എന്നും മംഗളത്തെ ചെയ്യുന്നവളെന്നും പറയപ്പെടുന്നു. ഈര്യത എന്ന് പറഞ്ഞാൽ വീണ്ടും പറയപ്പെടുന്നു. ഈ ത്രിഗുണാത്മികയായ ദേവിയെ രജോ ഗുണം കൂടുതലായ, അതുപോലെ തന്നെ തമോ ഗുണം കൂടുതലായ മഹാലക്ഷ്മി, സത്വഗുണാത്മികയായ മഹാസരസ്വതി, 3 ഗുണങ്ങളും സാമ്യാവസ്ഥയിലിരിക്കുന്ന ദേവിയാണ് മഹാലക്ഷ്മി ദേവി. സത്വഗുണം കൂടുതലുള്ള ദേവിയാണ് മഹാസരസ്വതി. ഇങ്ങനെ 3 രൂപത്തിൽ പറയപ്പെട്ട ആ ദേവിയെ ശർവ, ചണ്ഡിക, ദുർഗ, ഭദ്ര, ഭഗവതി എന്നിങ്ങനെ പറയുന്നു.
നമ്മൾ ശർവാണി എന്ന് പറയുന്നതിന് പകരമാണ് ശർവ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വാസ്തവത്തിൽ ഈ 3 പേരും 3 അവതാരത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ത്രിഗുണ താമസീ ദേവി സാത്വികീയ ത്രിധോദിത സാ ശർവ ചണ്ഡിക ദുർഗ ഭദ്ര ഭഗവതി ഈര്യതേ എന്നിങ്ങനെ പറയപ്പെടുന്നു. 2-ാമത്തെ ശ്ലോകം. യോഗനിദ്രാഹരേരുക്ത മഹാകാളീ തമോ ഗുണ മധുകൈടഭനാശാർദ്ധം യാം തുഷ്ടാവാംബുജാസനഃ. അംബുജാസനം, അംബുജം താമര, താമര ഇരിപ്പിടമായിട്ടുള്ള അംബുജാസനഃ എന്ന് പറഞ്ഞാൽ ഇവിടെ അംബുജാസനൻ ബ്രഹ്മാവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, വിധാതാവിന്. മധുകൈടഭനാശാർദ്ധം, മധുകൈടഭന്മാരെ നശിപ്പിക്കുന്നതിനായിട്ട് യാം തുഷ്ടാവ, യാതൊരു ദേവിയെ സ്തുതിച്ചുവോ, ഹരേ, ഹരേ എന്ന് പറഞ്ഞാൽ ഹരേഹേ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ഭഗവാന്റെ യോഗനിദ്ര, ആ യോഗനിദ്രയായി തമോ ഗുണാത്മികയായിരിക്കുന്ന സ, ആ ദേവി മഹാകാളി ഉക്ത, മഹാകാളി എന്ന് പറയപ്പെട്ടു. അപ്പോൾ ഭഗവാൻ യോഗനിദ്രയിലായിരുന്നപ്പോൾ ബ്രഹ്മാവ് സ്തുതിച്ച് ആ ഉത്ഭവിച്ച ആ യോഗനിദ്രാദേവിയിൽ നിന്ന് പുറപ്പെട്ട അവതാരമെടുത്ത ദേവിയെ മഹാകാളി എന്ന് പറയപ്പെട്ടു. ബ്രഹ്മാവ് മധുകൈടഭനാശത്തിനായിട്ട് അങ്ങനെ ഏത് ദേവിയാണ് സ്തുതിച്ചത് ആ ദേവിയാണ്. വിഷ്ണു ഭഗവാന്റെ യോഗനിദ്രയായി തമോ ഗുണപ്രധാനയായിട്ട് ആ തമോ ഗുണ വൈശിഷ്ട്യമുള്ള ദേവിയാണ്, ആ ദേവിയാണ് മഹാകാളി എന്ന് പറയപ്പെട്ടത്. യോഗനിദ്രാഹരേരുക്ത മഹാകാളി തമോ ഗുണ മധുകൈടഭനാശാർദ്ധം യാം തുഷ്ടാവാംബുജാസന. ഇനി മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ദശവക്ത്ര ദശഭുജ ദശപാദാഞ്ജനപ്രഭ വിശാലയ രാജമാത ത്രിംശം ലോചനമാലയ. ഇവിടെ ദശവക്ത്ര എന്ന് പറഞ്ഞാൽ 10 തലയുണ്ട്, അല്ലെങ്കിൽ വക്ത്രം മുഖം എന്നാണ്, ആനനമാണ് വക്ത്രം. അപ്പോൾ 10 തലയുള്ളവർക്കല്ലേ 10 മുഖമുണ്ടാവുക. ദശഭുജ എന്ന് പറഞ്ഞാൽ 10 കൈകൾ. ദശപാദാഞ്ജനപ്രഭ, ദശപാദ എന്ന് പറഞ്ഞാൽ 10 പാദങ്ങളോടുകൂടിയ. അതുപോലെ തന്നെ അഞ്ജനപ്രഭ, അഞ്ജനത്തിൻ്റെ പ്രഭയോടുകൂടിയവളും, അഞ്ജനക്കല്ലിൻ്റെ പ്രഭയോടുകൂടിയവളും. വിശാലയ എന്ന് പറഞ്ഞാൽ വിസ്തീർണങ്ങളായ. ത്രിംശല്ലോചനാമാലയ, അത് ത്രിംശത് എന്ന് പറഞ്ഞാൽ 30 എന്നാണ് അർത്ഥം. 30 കണ്ണുകളെ കൊണ്ട്, അതായത് 3 കണ്ണുകൾ വെച്ചാണ് ഒരു മുഖത്തിന് വച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് 30 കണ്ണുകൾ. രാജമാന എന്ന് പറഞ്ഞാൽ വിരാജിക്കുന്നവളാണ് ആ ദേവി. അങ്ങനെ ആ അവതാരം കൊണ്ട ദേവി 10 മുഖങ്ങളോട് കൂടിയവളാകുന്നു, 10 കൈകളോട് കൂടിയവളാകുന്നു, അതുപോലെ തന്നെ 10 പാദങ്ങളോട് കൂടിയവളുമാകുന്നു. അഞ്ജനക്കല്ലിൻ്റെ പ്രഭയോടുകൂടിയ ആ ദേവി വിസ്തീർണങ്ങളായ 30 കണ്ണുകളെ കൊണ്ട് ശോഭിക്കുന്നവളുമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 വലത് കൈയും 5 ഇടത് കൈയും, അതുപോലെ തന്നെ ഇടതുവശത്ത് 5 പാദങ്ങളും വലതുവശത്ത് 10, അങ്ങനെ 2 വശത്തും 5 കാലുകളോടുകൂടി 10 കാലുകൾ. ഓരോ മുഖത്തിനും 3 കണ്ണുകൾ വീതം, 10 മുഖത്തിന് 30 കണ്ണുകളുമാകുന്നു. ഇനി ദശവക്ത്ര ദശഭുജ ദശപാദാഞ്ജനപ്രഭ വിശാലയ രാജമാന ത്രിംശല്ലോചനമാലയ. ഇനി 4-ാമത്തെ ശ്ലോകം. സ്ഫുരദ്ദശനദംഷ്ട്രാഭ ഭീമരൂപാഭിഭൂമിപ രൂപസൗഭാഗ്യകാന്തീനാം സാ പ്രതിഷ്ഠ മഹാശ്രിയാം. ഭൂമിപ എന്ന് പറഞ്ഞാൽ ഭൂമിവൻ രാജാവാണ്, ഇവിടെ വിളിച്ചിരിക്കുകയാണ് രാജാവിനെ. ഹേ രാജാവേ, സാ ആ ദേവി സ്ഫുരദ്ദശനദംഷ്ട്രാഭ. ആ സ്ഫുരദ്ദശനദംഷ്ട്രാഭ എന്ന് പറഞ്ഞാൽ ദംഷ്ട്രങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവളാണ്. ദശനം പല്ലുകളാണ്, ദംഷ്ട്രം ആ നീണ്ടു പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന കോമ്പല്ലുകൾ. ആ ദംഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ പല്ലുകളുടെയും ശോഭ, ആ പ്രകാശിക്കുന്നവയാണ് ആ ദന്തങ്ങൾ. ആ മഹാകാളി ദേവിക്ക് അഞ്ജനക്കല്ലിൻ്റെ കളറാണ്, അതോടുകൂടി ആ പല്ലിൻ്റെ കളറ് അതിൽ ശോഭിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഭീമരൂപ അഭി, അങ്ങനെ ശോഭിക്കുന്ന ആ ദേവിയുടെ രൂപം ഭീമമാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രൂപമാണെങ്കിലും രൂപസൗഭാഗ്യകാന്തീനാം, അതുപോലെ ആ രൂപസൗഭാഗ്യകാന്തി സൗന്ദര്യം, നല്ല സുന്ദരിയായിരുന്നു. ആ കാന്തി എന്ന് പറഞ്ഞാൽ ആ ശോഭ തന്നെ. മഹാശ്രീയാം, അതുപോലെ തന്നെ മഹാ ഐശ്വര്യങ്ങളും. പ്രതിഷ്ഠ, ഈ
മഹാ ഐശ്വര്യവും കാന്തിയും എല്ലാം ഒത്തുചേർന്നവളാണ്. ഐശ്വര്യവും എല്ലാം ഈ ദേവിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പ്രതിഷ്ഠ, അതായത് ഈ ദേവി ഭയങ്കര രൂപത്തോടു കൂടിയവളാണെങ്കിലും ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കൂ. 30 കണ്ണുകൾ, 10 കൈകൾ, 10 തലകൾ, അതുപോലെ തന്നെ കറുത്ത കളർ അല്ലേ, അഞ്ജനക്കല്ല് കറുത്തതാണ് കേട്ടോ. ആ കറുപ്പിൻ്റെ ശോഭയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വിസ്തീർണങ്ങളായ 30 കണ്ണുകളെ കൊണ്ട് ശോഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അഞ്ജനക്കല്ലിൻ്റെ ശോഭയോട് കൂടിയവളാണെങ്കിലും ആ മുഖത്ത് ഈ 30 മുഖത്തും പ്രകാശിക്കുന്ന ദംഷ്ട്രകളും പല്ലുകളും ശോഭിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര രൂപിണിയാണെങ്കിലും ഭയങ്കര രൂപത്തോടു കൂടിയവളാണെങ്കിലും സകല സൗന്ദര്യത്തിനും അതുപോലെ ഐശ്വര്യങ്ങൾക്കും ഇരിപ്പിടമായുള്ള ദേവിയാകുന്നു. പ്രതിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നത് സാ പ്രതിഷ്ഠ മഹാശ്രീയാം. സകല ഐശ്വര്യം, മഹത്തായ ഐശ്വര്യത്തിന്, ഏറ്റവും ശ്രേഷ്ഠമായ ഐശ്വര്യത്തിന് ഇരിപ്പിടമാണ് ആ ദേവി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദേവിയുടെ രൂപം എങ്ങനെയാണെന്ന് രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നതാണിത്. ആ മഹാകാളി ദേവി ശത്രുക്കൾക്ക് ഭയങ്കര രൂപിണിയാണ് അല്ലേ, ഭക്തന്മാർക്ക് സൗമ്യ രൂപിണിയാണ്. അതുപോലെ തന്നെ സൗന്ദര്യ സമ്പത്തുകളെ പ്രദാനം ചെയ്യുന്നവളും ആകുന്നു. സകല സൗന്ദര്യത്തിനും ഇരിപ്പിടമാണ് ദേവി. സകല ഭക്തർക്കും സൗന്ദര്യത്തെയും ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന ദേവിയും ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചോദിച്ചാലും വരദ കൊടുക്കുന്നവളാണ്. ഇനി അടുത്ത ശ്ലോകം. ഖഡ്ഗബാണഗദ ശൂലശംഖചക്രഭുഷുണ്ഡിഭൃൽ പരിഘം കാർമുഖം ശീർഷം നിശ്ചോദദ്രുധിരം ദധൗ ഏഷാ സാ വൈഷ്ണവീ മായ മഹാകാളീ ദുരത്യയ ആരാധിത വശീകുര്യാത് പൂജാകർത്തൃശ്ചരാചരം. 5ഉം 6ഉം ശ്ലോകങ്ങളാണ്. സ ആ ദേവി ഖഡ്ഗബാണഗദാശൂലശംഖചക്രഭുഷുണ്ഡിഭൃദ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. കയ്യിലുള്ള ആയുധങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആയുധങ്ങളെല്ലാം ധരിച്ചവൾ. അതുപോലെ പരിഘം കാർമുഖം. പരിഘം എന്ന് പറഞ്ഞാൽ ഇരുമ്പുലൊക്കെയാണ്, കാർമുഖം വില്ലാണ്. അതുപോലെ നിശ്ചോദദ്രുധിരം ശീർഷം, ചോരയൊലിക്കുന്ന ശിരസ്. ശീർഷം ശിരസിനെയാണ്, രുധിരം ചോര. നിശ്ചോദദ്രുധിരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശിരസിൽ നിന്ന് വെട്ടിയെടുത്ത ദാരികൻ്റെ ശിരസ് പോലെ, അല്ലെങ്കിൽ മധുകൈടഭന്മാരുടെ ശിരസ് പോലെ. അസുരന്മാരെയൊക്കെ അരുണനെ ഇനി കൊല്ലാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് രക്തബീജനെ വധിച്ചു, ശുംഭനിശുംഭനെ വധിച്ചു, ചണ്ടമുണ്ടന്മാരെ വധിച്ചു. അങ്ങനെ അവരുടെയൊക്കെ ശിരസിൽ ഇങ്ങനെ വെട്ടിയെടുത്ത ശിരസിൽ നിന്ന് ചോരയൊലിക്കുന്ന ആ ശിരസോട് കൂടിയവൾ എന്നാണ്. ദധൗ എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നവൾ എന്നാണ്. സ ഏഷ വൈഷ്ണവീമായ. സ ഏഷ ആ ഈ വൈഷ്ണവീമായ എന്ന് പറഞ്ഞാൽ വിഷ്ണുമായയായ ദേവി. ദുരത്യയ അതിക്രമിക്കാൻ പാടില്ലാത്തവളായ മഹാകാളിയാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആരാധിക്കപ്പെട്ടാൽ ഭക്തന്മാർക്ക് ജഗത്ത് മുഴുവനും വശമാക്കി ചെയ്യുന്നവളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാധിത പൂജാകർത്തു ചരാചരം വശീകുര്യാത്. ചരാചരം എന്ന് പറഞ്ഞാൽ ചരിക്കുന്നതും ചരങ്ങളും അചരങ്ങളും, അതായത് സഞ്ചരിക്കുന്നവരും അല്ലാത്തവരും സകല സ്ഥാവര ജംഗമങ്ങളും അധീനമാക്കി ചെയ്തു കൊടുക്കുമെന്നാണ്. ആരാധിത പൂജാകർത്തു. ആരാധിക്കപ്പെട്ടാൽ അതായത് ദേവിയെ പൂജിക്കുന്ന ഭക്തന്, ദേവിയെ ആരാധിക്കുന്ന ഭക്തന് ചരാചരം വശീകുര്യാത്, എല്ലാ ചരാചരങ്ങളെയും അധീനമാക്കി കൊടുക്കുന്നു എന്നർത്ഥം. ഇനി ആയുധങ്ങളെ ഇങ്ങനെ ഓരോ നിരയനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി ഈ ശിരസിന് ചിലർ ഖഡ്വാംഗം എന്ന് പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാധാനിക രഹസ്യത്തിൽ പറഞ്ഞു അത് ശിവൻ്റെ കയ്യിലിരിക്കുന്ന ഈ കട്ടിൽക്കാല് പോലെയുള്ള ഒരു ആയുധമാണെന്ന് പറഞ്ഞു. അങ്ങനെയും പറയുന്നുണ്ട്. ഇവിടെ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഖഡ്വാംഗം, ചോരയൊലിക്കുന്ന ശിരസിനെ ചിലടത്ത് പറയുന്നതേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഒരു ആയുധമാണെന്ന് മാത്രം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് നിശ്ചോദദ്രുധിരം ശീർഷം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഖഡ്വാംഗം നമ്മൾ ആദ്യം പറഞ്ഞ ആയുധമായിട്ട് തന്നെ എടുക്കുന്നതാണ് കുറച്ചും കൂടെ ശരിയെന്ന് തോന്നുന്നു. അതായത് നിശ്ചോദദ്രുധിരം ശീർഷം, ചോരയൊലിക്കുന്ന ശിരസ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദധൗ ധരിക്കുന്നവളാകുന്നു എന്ന്. ഇത് നമ്മളിപ്പോൾ 6 ശ്ലോകം വരെ പറഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത
വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.